കൂട്ടുപുഴ കർണാടക അതിർത്തിയിൽ ഉളിക്കൽ പഞ്ചായത്തും പായം പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന പേരട്ട എന്ന സ്ഥലമാണിത്. പേരട്ട തൊട്ടിപ്പാലം ഭാഗങ്ങളിൽ നിന്ന് ഉളിക്കൽ ടൗണിലേക്ക് പോകുന്ന റോഡിന്റെ ദയനീയ അവസ്ഥ കാണുക. ഒന്നും രണ്ടുമല്ല 5 വർഷത്തിലേറെയായി പേരട്ട മലയോര ഗ്രാമത്തിന്റെ അവസ്ഥ ഇതാണ്. പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ റോഡിലെ ഓരോ കുഴിയും കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഗവൺമെൻറ് സ്കൂളുകളും മദ്രസയുമടക്കം എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും നാടിൻ്റെ അവസ്ഥ ഇതാണ്. 2 പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ആരാദ്യം ചെയ്യും എന്ന ആലോചനയിലാണ് അധികൃതർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരട്ട മട്ടിനി റോഡിലേക്കാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഒട്ടനവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. അതോടൊപ്പം ഈ പേരട്ട LP സ്കൂളിലെ കുഞ്ഞു കുട്ടികൾ ഇതുവഴി കടന്നു പോകേണ്ടതാണ്. വണ്ടിയിലും അല്ലാതെ നടന്നും പോകുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇതുവഴിയുള്ള യാത്ര വളരെ ദുരിതം പിടിച്ചതാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഓടയില്ല. അതുപോലെ തന്നെ ഓടയ്ക്ക് പകരം എന്ന പോലെ റോഡിൽ വെള്ളം കിടക്കുകയാണ്. അപ്പോൾ ഒരു വാഹനം പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ദേഹത്തേക്ക് വെള്ളം വീഴുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കാണെങ്കിലും ഒന്ന് നടന്നു പോകാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്ക് ആരും തന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഓട ഉണ്ടാക്കണം. ഓവുചാലുകളിൽ കൂടെ കൃത്യമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടോ എന്ന് കാണുകയും അതുപോലെ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന റോഡ് ഉടനടി തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ശാസ്ത്രീയമായ ഓവുചാലുകളോടെ റോഡ് പുനർനിർമ്മിച്ച് എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. चला